1989 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട് എന്ന വെളിപ്പെടുത്തലിൽ മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായി G. സുധാകരനെതിരെ അന്വേഷണം. ജില്ലാ കളക്ടറാണ് നിർദ്ദേശം നൽകിയത്. നേരത്തെ ഈ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തിരുന്നു. ആലപ്പുഴയിൽ നടന്ന NGO യൂണിയൻ പൂർവ്വകാല നേതാക്കളുടെ പരിപാടിയിലായിരുന്നു സുധാകരന്റെ ഈ വെളിപ്പെടുത്തൽ. അവിടെ നിന്ന് പറഞ്ഞ് മത്സരിപ്പിക്കാൻ പറഞ്ഞു. ഞങ്ങൾ ഏറ്റുവാങ്ങി. വെറും 11,000 വോട്ടിനാണ് തോറ്റത്. സുജാത 70,000 വോട്ടിന് തോറ്റെടുത്ത് ആര്യപ്പോൾ 70 തോറ്റെടുത്ത് വെറും 12,000 തോറ്റത്. അത്ര വലിയ പ്രവർത്തനമായിരുന്നു. എൻ്റെ ഗുരുദാസനോട് ഓട്ടം പറഞ്ഞൊരു ഇതടിച്ച് എല്ലാ വീടും എത്തിയാലും മുട്ടിച്ചു കൊടുക്കും. ആ ഇലക്ഷൻ പോസ്റ്റർ ബാലറ്റ് നമ്മൾ വിചാരിച്ചത് ഒരുപാട് പോസ്റ്റർ ബാലറ്റ് ഇട്ട് സ്ഥലം. അപ്പോൾ എല്ലാം DC ഓഫീസിൽ ഞങ്ങൾ ഒട്ടിക്കാനൊന്നും പ്രയാസമില്ല. 15% വോട്ട് ചെയ്തത് അപ്പുറത്തായിരുന്നു കിട്ടിയത്. വിവാദ വെളിപ്പെടുത്തലിൽ G. സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേസെടുത്തതിന് പിന്നാലെ അമ്പലപ്പുഴ തഹസിൽദാർ പറവൂരിലെ വീട്ടിലെത്തി G. സുധാകരന്റെ മൊഴി രേഖപ്പെടുത്തി. മൊഴിയെടുക്കൽ 40 മിനിറ്റോളം നീണ്ടു. തനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുണ്ടെന്നും വെളിപ്പെടുത്തലിൽ യാതൊരു ഭയവുമില്ലെന്നും G. സുധാകരൻ പറഞ്ഞു. ഞാനിപ്പോൾ കളക്ടർ പറഞ്ഞിട്ടൊരു എന്നെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയല്ലോ അവര്. അപ്പോൾ അവരതിൻ്റെ ആവശ്യമായ തീരുമാനം എടുക്കട്ടെ. ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ പറയാനുള്ള കാര്യമില്ല. എനിക്ക് പ്രത്യേക പ്രശ്നമൊന്നുമില്ല. അതേപ്പറ്റി വേറൊന്നുമുണ്ട്. ഇപ്പോൾ കളക്ടർ കൊടുക്കത്തേ ഉള്ളൂ. ഇവിടെ കളക്ടർ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ചെയ്യേണ്ട അന്വേഷണം കഴിയല്ലോ. നമ്മുടെ അന്വേഷണം കഴിയും. ഗവൺമെൻറ് എന്തായാലും ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് അല്ല. അവർ എന്നോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞാൻ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ഒരു മാന്യമായ തരത്തിൽ ആ കാര്യം ഡീൽ ചെയ്തു. നമ്മളും അങ്ങനെ തന്നെ മാന്യമായി ചോദിച്ചു. അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. സുധാകരനോട് കാര്യങ്ങൾ വിശദമായി ചോദിച്ചറിഞ്ഞതായും റിപ്പോർട്ട് ഉടൻ കളക്ടർക്ക് കൈമാറുമെന്നും അമ്പലപ്പുഴ തഹസിൽദാർ K. അൻവർ അറിയിച്ചു. താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്വത്തെ പറ്റിയാണ് മുതിർന്ന CPM നേതാവായ G. സുധാകരൻ വെളിപ്പെടുത്തിയത്. CPMന്റെ സർവീസ് സംഘടനയായ KSTയുടെ നേതാവായിരുന്ന KV ദേവദാസ് ആലപ്പുഴയിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോഴാണ് പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ചു തിരുത്തിയത്. പോസ്റ്റൽ ബാലറ്റ് ശേഖരിച്ച് CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്നു. താനായിരുന്നു അന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി. അന്ന് CPM സർവീസ് സംഘടനകളുടെ അംഗങ്ങളുടെ വോട്ടിൽ 15% ദേവദാസിന് എതിരായിരുന്നു. ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറിയായ താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ചാണ് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ചു തിരുത്തിയതെന്നും സുധാകരൻ പറയുന്നു. തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ കിട്ടുമ്പോൾ CPMനല്ലാതെ മറ്റാർക്കും വോട്ട് ചെയ്യരുതെന്നും ഒട്ടിച്ചു തന്നാൽ ആരും അറിയില്ലെന്ന് കരുതണ്ട എന്നും CPM അത് പൊട്ടിക്കുമെന്നും സുധാകരൻ വ്യക്തമാക്കി. രഹസ്യാത്മകത സൂക്ഷിക്കേണ്ട വോട്ടെടുപ്പിൽ പോസ്റ്റൽ ബാലറ്റുകൾ തിരുത്തിയിട്ടുണ്ടെന്ന G. സുധാകരന്റെ വെളിപ്പെടുത്തൽ കൂടുതൽ വിവാദങ്ങൾക്കും നിയമപ്രശ്നങ്ങൾക്കുമാണ് വഴി തുറന്നിട്ടുള്ളത്. ജനം, ആലപ്പുഴ.